الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا إنهم كانوا لا يرجون حسابا صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൃപ കൊണ്ട് നമ്മുടെ പാവങ്ങളെല്ലാം മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാകട്ടെ. ഒളിഞ്ഞും തെളിഞ്ഞും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. അത് നമ്മുടെ നിലനിൽപ്പാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളിലെ ഒരു വലിയൊരു അനുഗ്രഹം. സമ്പത്ത് വലുതായിട്ട് കൂടുന്നു അള്ളാഹു അവരൊരുപാട് അനുഗ്രഹം ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒന്നും കരുതരുത്. അങ്ങനെയല്ല, നമ്മുടെ ജീവിക്കാൻ നമുക്ക് ആവശ്യമായ സമ്പത്ത് അത് അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഔദാര്യമാണ്. അതിനുവേണ്ടി കച്ചവടം ചെയ്യണം, അതിനുവേണ്ടി കഷ്ടപ്പെടണം, ത്യാഗം സഹിക്കണം. അതങ്ങനെയാണ് അതിൻ്റെ നിയമം. അതല്ലാതെ ചുളിവിലൂടെ ഉടായിപ്പിലൂടെ പണം സമ്പാദിക്കലല്ല അള്ളാഹുവിന് വേണ്ടത്. അതിനോട് അള്ളാഹുവിന് ഇഷ്ടവുമില്ല. അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കോടാനകോടി പണം സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാറൂന് കൊടുത്തു. ഖാറൂനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമ്പത്തിൻ്റെ പേരിലാണ് ഖാറൂൻ ഈമാനും തെറ്റിയത്, ഇസ്ലാമിൽ നിന്നും വിട്ടത്. മൂസാ നബിയുടെ അനുയായി ആയിരുന്ന ഖാറൂൻ പോലും മൂസാ നബിയെ ഉപേക്ഷിക്കാൻ കാരണം സമ്പത്താണ്. ഇന്ന് നമ്മൾ കൂടുതൽ പരിഗണന, അതായത് ഈ സമ്പത്ത് സമ്പാദിക്കുന്നതിൽ കൂടുതൽ പരിഗണന നൽകാത്തത് ഈ സമ്പത്തിൻ്റെ വിഷയത്തിലാണ്. ഇത് ഹലാലാണോ ഇത് ഹറാമാണോ എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാത്തത് സമ്പത്തിൻ്റെ വിഷയത്തിലാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് സൂക്ഷിക്കും. ഒളു പോയി, അല്ലെങ്കിൽ ഒളു കുറഞ്ഞു, അല്ലെങ്കിൽ ഖളാ ആവും, ഖളാ ആയിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കണം, അല്ലെങ്കിൽ ഇതായിപ്പോവും, ജമാഅത്ത് പോയി, ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ നമസ്കാരം അത് കബൂലിയത്ത് വരണമെങ്കിൽ നമ്മൾ തിന്നുന്നത് ഹലാലാവണ്ടേ? അതുകൊണ്ട് അവിടെയാണ് മൂലധനാണ്, റഅസുൽ മാൽ. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് സമ്പത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമ, ഈ സമ്പത്ത് അല്ലാഹു തആല നമുക്ക് ഖിയാമൻ, അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ച വാക്കതാണ്. നമ്മുടെ നിലനിൽപ്പിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമ്പത്ത് തന്നത്. നമുക്ക്, നമ്മുടെ മക്കൾക്ക് നമുക്ക് ജീവിക്കാനുള്ള വഴികൾ. പക്ഷേ ആ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ അനർഹമായ നിലയിൽ, അതിക്രമമായ നിലയിൽ, അധാർമികമായ നിലയിൽ നമ്മൾ ആ സമ്പത്തിനെ വാരിക്കൂട്ടാനാണ് ശ്രമമെങ്കിൽ
ദുനിയാവിൽ നീ സമ്പന്നനായിരിക്കും, പക്ഷെ അള്ളാഹുവിന്റെ മുന്നിൽ നീ ഫക്കീർ ആയിരിക്കും. നീ ഫക്കീർ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ഫക്കീറല്ല, അമല് കൊണ്ട്, നന്മ കൊണ്ട് നീ ഫക്കീറായിരിക്കും. ഒന്നുമില്ലാത്തവൻ. ദുനിയാവല്ല വിഷയം, ആഖിറം. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുന്ന ഒരു വാക്കാണ്. ദുനിയാവല്ല നമ്മുടെ വിഷയം, ആഖിറമാണ്. ഈ ദുനിയാവിൽ നിങ്ങൾ എത്ര ലോൺ എടുത്താലും ആരും ചോദിക്കാനില്ല. നിങ്ങൾക്കും പൈസ കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ടല്ലോ. ഒരു സ്ഥലം വാങ്ങണം. ഒരു പക്ഷേ സ്വന്തം കച്ചവടത്തിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനായിരിക്കാം. 10 ലക്ഷം രൂപ കൊടുക്കും, ബാക്കി 40 ലക്ഷം രൂപ ലോൺ എടുക്കും. അത് ഹലാലോ ഹറാമോ? എന്നിട്ട് നിസ്കാരമൊക്കെ ഇബാദത്തൊക്കെ പള്ളിയിൽ വരും, എല്ലാം നമ്മൾ ചെയ്യും. എന്താണ് ഈ പലിശയുടെ ഇടപാടുമായിട്ട് നമുക്കെന്താ ഒരു ബന്ധം ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാത്തത്? എന്താ സാധിക്കാത്തത്? അതിനെക്കുറിച്ചൊരു ഫിക്ർ വെക്കാത്തത് എന്താ? അത് പലിശ അല്ലേ, ലോൺ എടുക്കണ്ടല്ലോ, അത് ഹറാമല്ലേ, അത് നമ്മൾ പലിശ കൊണ്ടല്ലോ, പണയം വെക്കൽ ഹറാമാണല്ലോ, എന്തിനാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്? ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതാണ് അവിടെ വിഷയം. നമ്മൾ കൂടുതൽ ആഡംബരങ്ങളിലേക്കും അനാവശ്യങ്ങളിലേക്കും ചിന്തിക്കുമ്പോൾ നമ്മളുടെ റൂട്ട് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ റൂട്ട് തെറ്റിപ്പോകും. അപ്പോൾ ഉള്ളത് കൊണ്ട് ജീവിക്കുക, അതാണ് അള്ളാഹുവിനും ഇഷ്ടം, റസൂലിനും ഇഷ്ടം. ഒരു ടെൻഷനും ഇല്ല. അതുകൊണ്ട് ബർക്കത്ത് എന്താണ്? ബർക്കത്ത്, സമ്പത്തിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ഖല്ല വഖഫ. അൽഹംദുലില്ലാഹ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു, കടങ്ങളില്ല, ബാധ്യതകളില്ല, മറ്റ് പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നു. ഇതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പന്നിയുടെ കോലത്തിൽ വരുന്നവർ അവരാരാണവർ? ഹറാമായ സമ്പാദ്യം സമ്പാദിച്ച് തിന്നുകയും തീറ്റിക്കുകയും കൊടുത്തവരും കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ഒക്കെ ചെയ്തവരാണ്. നമ്മളൊക്കെ ചിന്തിക്കണം. നമ്മൾ ചെറിയൊരു പള്ളിക്ക് കൊടുത്താലും, ഒരു മദ്രസയ്ക്ക് കൊടുത്താലും, ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താലും, നമ്മൾ റമളാൻ മാസത്തിൽ നമ്മളിവിടെ നോമ്പ് തുറക്കാൻ കൊടുത്താലും ചിന്തിക്കണം, ഞാൻ പലിശയുമായി എൻ്റെ ഈ പണത്തിന് ബന്ധമുണ്ടോ എന്ന് സ്വമേധയാ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ചിട്ടേ കൊടുക്കാവൂ. അങ്ങനെ നിങ്ങൾ അതൊരു നിസാരവൽക്കരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്രയും പേരെ നിങ്ങൾ പലിശ തീറ്റി ചെയ്യുന്ന അള്ളാഹുവിൻ്റെ നിങ്ങൾ സമാധാനം പറയണം. എനിക്കതേ ഉള്ളൂ പറയാനുള്ളത്. നമ്മൾ ഇവിടുത്തെ കാര്യമല്ല ഞാൻ ഈ ചർച്ച. ആഖിറത്തിൽ നിങ്ങൾക്ക് കൈമലർത്താൻ പറ്റൂല, ആർക്കും കൈമലർത്താൻ പറ്റൂല. അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യമാണ്. അല്ല, നമ്മൾ കുറേ നിസ്കരിച്ചൊന്നും കൂട്ടിയിട്ടൊന്നും അള്ളാഹ്ക്ക് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ നിസ്കരിച്ചാലെന്ത്, നിസ്കരിച്ചില്ലല്ലോ എന്താ. പക്ഷെ നിങ്ങൾ തിന്നുന്ന തീറ്റി ചാപ്പാട്, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത്, നിങ്ങൾ സമ്പാദിക്കുന്നത്, നിങ്ങൾ അധ്വാനിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഹലാലോ ഹറാമോ? അവിടെ എന്താ നമുക്കൊരു ടെൻഷൻ വരാത്തത്? എന്താ ആ വിഷയത്തിൽ എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത? നമ്മളവിടെ മുടന്തൻ ന്യായം കണ്ടെത്തരുത്. അള്ളാഹുവിനെ റസൂലിനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കണം. ഹറാമാണോ? വേണ്ട. പലിശയാണോ? ആ ഇടപാടെന്ന് എനിക്ക് വേണ്ട. പലിശ ഇടപാടുമായിട്ട് എനിക്ക് വേണ്ട. എനിക്ക് ഇനി എത്ര കോടികൾ കിട്ടിയാലും എനിക്കത് വേണ്ട. ലോട്ടറി എനിക്കത് വേണ്ട. ഇനി എത്ര കോടി എനിക്ക് കിട്ടണം, എനിക്കത് വേണ്ട. ഇങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി, ധൈര്യത്തോടുകൂടി അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ട് പറയാൻ ആർക്കാ ഒരു ധൈര്യമുള്ളേ? എനിക്ക് വേണ്ട. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരു സഹോദരൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് വന്നു, ഉസ്താദ് വീട് ലോൺ എടുക്കാൻ ഉദ്ദേശിച്ചൊരു വീട് വെക്കണം, മോൾക്ക് 10 ലക്ഷം രൂപ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നു, എടുക്കണോ വേണ്ട? ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രസംഗം കേട്ടില്ലേ, എടുക്കണോ വേണ്ട എന്ന് നിങ്ങൾക്കല്ലേ തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ഇപ്പം പ്രസംഗിച്ചത്? എൻ്റെ വാക്കൊന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാ വേണ്ട ഉസ്താദേ, അല്ലാഹു തആല കടമില്ലാതെ അവർക്ക് വീട് പണിയാൻ ഭാഗ്യം കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യണം, അവരുടെ മനസ്സ് മാറി. എന്നാ വേണ്ട. ഇത് നമുക്ക് നമ്മളിത് സർവ്വസാധാരണമായി കാണുന്നു. ഈ ലോൺ എന്നൊക്കെ പറയുന്നവര്, ഈ ലോൺ എടുക്കാൻ വേണ്ടി നിസ്കാരമുള്ള നല്ല വയസ്സായ ഉപ്പുപ്പമാരൊക്കെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ബാങ്കിൽ പോയി നിന്നിട്ട് ഒക്കെ മോളെയും മരുമോനെയൊക്കെ കൊണ്ടുപോയി എഴുതിയെല്ലാം കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ എൻ്റെ റബ്ബെ, ഉംറയ്ക്ക് പോകാൻ അപേക്ഷിക്കുന്ന പോലെ ഉണ്ട്. ഈസി. അവർക്കിത് വിഷയമല്ല. അല്ലാഹു അലം, മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വിഷയം കഴിഞ്ഞ ആഴ്ച നമ്മളൊന്ന് പറഞ്ഞു,
ഈ ഹറാമുകൾ തിന്നുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? മഹ്കുൽ ബർക്ക, ബർക്കത്ത് നശിച്ചു പോവും, ബർക്കത്ത് നശിച്ചു പോവും. യംഹഖുല്ലാഹു റിബാ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. യംഹഖുല്ലാഹു റിബാ, പലിശയെ അല്ലാഹു നശിപ്പിക്കുന്നു. അയ്യുദ്ഹിബഹു ബിഅയ്യുദ്ഹിബ മാലഹു, അവന്റെ സമ്പത്തിനെ അല്ലാഹു നശിപ്പിക്കും. മിൻ യദി സാഹിബിഹി, ആ വ്യക്തിയുടെ കൈ കൊണ്ട് തന്നെ അവനെ നശിപ്പിക്കും. ഔ യുഹർരിമുഹു ബറകത മാലിഹി, അവന്റെ സമ്പത്തിൽ നിന്ന് അല്ലാഹു ബർക്കത്ത് എടുത്തു കളയും, ഹറാമാക്കും, നിഷിദ്ധമാക്കി കളയും. വയുആഖിബഹു അലൈഹി ബിഹി ഫിദ്ദുനിയാ, ആ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ തന്നെ അവൻ വേദന അനുഭവിക്കേണ്ടി വരും. വയുആഖബു അലൈഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലും ആ ഹറാമിന്റെ സമ്പത്തിന്റെ പേരിൽ അവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ ആയത്തിന്റെ വിശദീകരണം. എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ, ഖുർആൻ ആയത്തിന്റെ വിശദീകരണമാണ്. നിങ്ങൾ വേണേ മനസ്സിലായിക്കോളി. ഞാൻ ആരെയും പേടിപ്പിക്കാൻ ഭീഷണിപ്പെടുത്താനല്ല, മനസ്സിലാക്കിയ കൊള്ളാം. ആകൃതിപ്പെട്ട് കൈയും കാലും പിടിക്കാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരുത്തനും വരില്ല. ഞാൻ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, വേണമെങ്കിൽ സൂക്ഷിക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്നത് സൂക്ഷിക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. പറ്റുന്നത് സൂക്ഷിക്കുക. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്താൽ അൽഹംദുലില്ലാഹ് എനിക്ക് ഓടിക്കാൻ കൊള്ളാം, മാന്യമായ ഒരു വണ്ടി ഉണ്ട്, 3-4 ലക്ഷം രൂപ എടുത്താൽ കിട്ടും. അത് കളഞ്ഞിട്ട് പുതിയ വണ്ടി 5 ലക്ഷം ലോൺ എടുത്തിട്ട് തന്നെ എടുക്കാൻ പോണം. 5 ലക്ഷം ലോൺ എടുത്ത് എത്ര മാസം അടയ്ക്കും? 10 മാസം അടയ്ക്കും. നിങ്ങൾ ഈ ലോണൊക്കെ എടുത്ത് ബാങ്കുകാരുടെ അടുത്ത് പോയി നോക്കും, വണ്ടികൾ കിടക്കുകയാണ്. വണ്ടി കച്ചവടക്കാർക്ക് നല്ല ലാഭമാണ്. അവിടെ പോയിട്ട് അവരാ വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നല്ല 10-25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല ബിസിനസ് പരിപാടിയായത്. നേരെ ബാങ്കിൽ അവിടെ പോയാൽ മതി, അവന്മാർ പിടിച്ചുകൊണ്ടിട്ടിരിക്കുന്ന വണ്ടി ഉണ്ടാവും. അവന്മാർക്ക് ഇതെല്ലാം കൂടെ കളഞ്ഞിട്ട് പൈസ കൊടുത്തിട്ട് അതിഞ്ഞെടുത്തിട്ട് വരാം, സുഖമായിട്ട് നമുക്ക് വിൽക്കാം, കച്ചവടം ചെയ്യാം. ആവേശത്തിൽ പോയി എടുക്കും, അങ്ങ് 2-3 മാസം പൈസ അടയ്ക്കും, പിന്നെ ഇല്ല. അപ്പോൾ ഒന്ന് ഡ്യൂ ആകുമ്പോൾ എന്തായി സംഭവം? 15 രൂപ അടയ്ക്കേണ്ടതിന് പകരം 16 അടയ്ക്കേണ്ടി വരും. അങ്ങനെ കൂടുകയാണ്, അങ്ങനെ കൂടുകയല്ലേ. അപ്പോൾ പലിശ നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ലേ. ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോടൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. ആഖിറത്തിൻ്റെ വിഷയമാണ്, ആഖിറത്തിൻ്റെ വിഷയമാണ്. ബർക്കത്ത് പോകും. സമ്പത്ത്, പണം, പലിശയ്ക്ക് പൈസ ലോൺ എടുത്ത ഒരാൾ എവിടെയെങ്കിലും വിജയിച്ച ചരിത്രം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ലോൺ എടുത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തി, കച്ചവടം നടത്തി, വീട് വെച്ച് അല്ലെങ്കിൽ വണ്ടി എടുത്ത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എവിടെയെങ്കിലും, ഇത് ഖുർആനല്ല, അവൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടുമെന്ന്. യംഹഖുല്ലാഹു റിബാ, റിബ പലിശയെ അല്ലാഹു തആല നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അതിൻ്റെ ബർക്കത്ത് എടുത്ത് കളയുമത്രേ. അർത്ഥം മാഹദുൻ അക്സറ മിൻ മാലിഹി മിനർ റിബാ, ആരെങ്കിലും പലിശയ്ക്ക് വേണ്ടി പൈസ അധികരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇല്ലാ കാന ആഖിബതുഹു ഇല്ലാ ഖില്ല, അവൻ്റെ പര്യവസാനം ദാരിദ്ര്യത്തിലേ ചെന്ന് അവസാനിക്കൂ. അതാണ് എൻ്റെ അർത്ഥം. പലിശയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടി തുടങ്ങിയാൽ അതിൻ്റെ പര്യവസാനം അത് എത്തിപ്പെടുന്നത് അത് ദാരിദ്ര്യത്തിലായിരിക്കും, അത് നാശത്തിലായിരിക്കും. ബർക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്തുണ്ടാവില്ല. എത്ര കിട്ടിയാൽ ഉസ്താദേ ഇഷ്ടം പോലെ പൈസ വരുന്നുണ്ട്, പക്ഷെ ഒന്നും നിൽക്കുന്നില്ല കയ്യിൽ. അപ്പോൾ ഓർത്തോ, ജസ്റ്റ് ചിന്തിച്ചു നോക്കണം, എവിടെയെങ്കിലും പലിശയുമായി ബന്ധം നിനക്കുണ്ടായിട്ടുണ്ടോ? അതാ കയ്യിൽ നിൽക്കാത്തത്, അല്ല വേറൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം. ഇപ്പം പലിശ എടുക്കാത്തവനെ, ലോൺ എടുക്കാത്തവരൊന്നും വന്ന് ഗവൺമെൻറ് ഒന്നും വന്ന് സീൽ ചെയ്യത്തൊന്നുമില്ല. ഇപ്പോൾ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് ഗവൺമെൻറ് സീൽ ചെയ്യും. പലിശ എടുക്കുന്ന ലോൺ എടുക്കുക എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് അതിന് ആവശ്യമില്ല. ഞാൻ അതിനുണ്ടാക്കുന്ന അനുസരിച്ച്, എനിക്ക് എൻ്റെ സമ്പാദ്യം അനുസരിച്ച് ഞാൻ ജീവിച്ചു പോകുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ബർക്കത്ത്, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ ജസദിഹി, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി
വമുആഫൻ ഫീ ജസദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ആവശ്യമുള്ളത് എന്താണ്? അവന്റെ ജീവിതത്തിൽ അവന് ജീവിക്കാനുള്ള സമ്പത്ത്, ജീവിക്കാനുള്ളത് വേണം. പിന്നെ ശാരീരികമായി മാരക രോഗങ്ങളോ വിഷമങ്ങളോ ഒന്നുമില്ലാതെ അവൻ കഴിഞ്ഞുകൂടണം. വഇൻദഹു ഖൂതു യൗമിഹി, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് പട്ടിണി കിടക്കാത്ത നിലയിൽ കഴിഞ്ഞുകൂടാനുള്ള സാമ്പത്തികമായ ഒരു അനുഗ്രഹം ഉണ്ടാകണം. ഫകഅന്നമാ ഹൈസത്ത് ലഹു ദുനിയ, അങ്ങനെ ഒരു ഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ ദുനിയാവിലെ സമ്പന്നനേക്കാൾ മികച്ചവനാണ് അവൻ. അവൻ ഏറ്റവും വലിയ സമ്പത്തിന്റെ ഉടമയാണ്. ഇതാണ് ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതല്ലേ? ഒരു ടെൻഷനും ഇല്ല, ഒരു ടെൻഷനും ഇല്ല. 30 നടിക്കുമ്പോൾ ബാങ്കുകാരൻ വിളിക്കൂല, ലോൺകാരൻ വിളിക്കൂല, പ്രശ്നമില്ല, ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നത്, ഇഅ്മൽ ലിദുനിയ ബിഖദ്രി ബഖായിക ഫിഹാ. കുറഞ്ഞ നാളെ ദുനിയാവിൽ നീ ജീവിക്കുള്ളൂ. ആ കുറഞ്ഞ നാളുകൾക്ക് വേണ്ടി എന്തെങ്കിലും നീ സമ്പാദിച്ചോ. വഅമൽ ലിൽ ആഖിറ ബിഖദ്രി മഖാമിക ഫിഹാ. കാലാകാലം നിനക്ക് ജീവിക്കാൻ പരലോകത്ത് ഒരു സ്ഥലം നീ വാങ്ങിക്കൂട്ട്. അതെന്താ ശ്രദ്ധിക്കാത്ത ആരും? അതെത്ര പറഞ്ഞിട്ട് ആരും ശ്രദ്ധിക്കുന്നത്? ദുനിയാവിലെ കച്ചവടത്തിനും ദുനിയാവിലെ വീട് വെക്കാനും ദുനിയാവിലെ മക്കളെ കെട്ടിക്കാനും ദുനിയാവിലെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ പരിശ്രമം മൊത്തം. നമ്മൾ ആഖിറത്തിന് വേണ്ടി ഒരു വീട് വാങ്ങാൻ ആര് പരിശ്രമിച്ചിട്ടുണ്ട്? ആര് പരിശ്രമിച്ചു? പറയ് ആരെങ്കിലും ഒരാള്. ആഖിറത്തിൽ ഞാനൊരു വീട് വെക്കാനുള്ള പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട് പടച്ചവനേന്ന്. അള്ളാഹുവേ, ഞാൻ ആഖിറത്തിൽ ഒരു വീട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദുനിയാവിൽ നമ്മൾ ചിന്തിച്ചു നോക്കി, ഇനിയും നമ്മൾ വീട് വാങ്ങിക്കൂട്ടും, വാടക വീടുകൾ വാങ്ങിക്കൂട്ടും, വാടക കിട്ടും. ഒരു മാസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ളവരൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപ വരുമാനം. ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്ക്, ആഖിറത്തിന് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു കൂട്ടി എന്ന് ചോദിച്ചു നോക്ക്. ചുമ്മാ ഇച്ചിരി കഞ്ഞി വെച്ചു കൊടുക്കുന്നതും 10 സമൂസ മേടിച്ചു കൊടുക്കുന്നതും വട മേടിച്ചു കൊടുക്കുന്നതൊന്നുമല്ല ആഖിറത്തിന് വേണ്ടിയുള്ളത്. ഇതൊന്നുമല്ല ആഖിറത്തിന് വേണ്ടിയുള്ളത്. ഞാൻ അവരെ സഹായിച്ചു, ഇവരെ സഹായിച്ചു, വയനാട് സഹായിച്ചു, ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ആഖിറത്തിന് വേണ്ടി നിന്റെ ഇഷ്ടപ്രകാരം അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അതുകൂടെ ചിന്തിക്ക്. ചില ആളുകൾക്കൊക്കെ മാസ വാടക ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ കിട്ടും. പിന്നെ അത് അടുത്ത ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടി അതിലേക്ക് മാറ്റുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കിട്ടും. എന്നാൽ അൽഹംദുലില്ലാഹ് എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ളതും അതിനപ്പുറത്തൊരു 10 തലമുറയ്ക്കുള്ളതായി പടച്ചവനെ നീ ഇതുവരെ ആയുസ് തന്നിട്ടുണ്ട്, ഇതിനൊരു കുറവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന തുകയ്ക്ക് ആഖിറത്തിലേക്ക് എനിക്കൊരു വീട് വെക്കണം, അതിനുള്ള ഒരു വഴി ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തം അധ്വാനത്താൽ സ്വന്തം പണം കൊണ്ട് ഒരു പള്ളി, ഒരു മദ്രസ, അതുമായി ബന്ധപ്പെട്ട ആഖിറത്തിന് വേണ്ടിയിട്ട് ആരും ഇതിനകത്ത് ഞാൻ മിങ്കിളിക്കാക്കൂല, ചേർക്കൂല, ആരുടെയും ഷെയർ വേണ്ട. എനിക്ക് അള്ള തരുന്ന റിസ്ക്, അതിൻ്റെ ലാഭം കൊണ്ട് ഞാൻ ആഖിറത്തിന് വേണ്ടി വീട് സമ്പാദിക്കുന്നു. 10 പാവപ്പെട്ടവരെ വിളിച്ച് ഹജ്ജിന് വിട്. ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്, ഹജ്ജിന് പോകാൻ കൊതിക്കുന്നവരുണ്ട്, സാദിക്കളായ തഖ്വയുള്ളവരുണ്ട്. അവരെ കണ്ടുപിടിച്ച് 10 പേരെ ഹജ്ജിന് വിട് നിന്റെ പണം കൊണ്ട്, 10 പേരെ ഉംറയ്ക്ക് വിട് നിന്റെ പണം കൊണ്ട്. നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നീ സെലക്ട് ചെയ്യ്. ഇതൊക്കെ ആഖിറത്തിൽ നിനക്ക് വീട് കിട്ടുന്നതിന്റെ കാരണമാണ്. പള്ളിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്, ഇൽമു പഠിക്കാൻ വഴിയില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത് അവർക്ക് ദീനിയായ ദുനിയവിയായ വിദ്യാഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള വഴി അത് നിന്റെ അധ്വാനം കൊണ്ട് നീ ചെയ്തു കൊടുക്ക്. ആഖിറത്തിൽ എത്ര വലിയ കൂലിയാണിതെല്ലാം. ആരോട് പറയാൻ, ആര് ചെയ്യാൻ? സ്വന്തമായി ഇൽമിൻ്റെ സ്ഥാപനങ്ങൾ നടത്താനും അതിന് സ്വന്തമായി ചെലവ് ചെയ്യാനും പണമുള്ള എത്രയോ സമ്പന്നന്മാരുണ്ട്. പക്ഷെ അവരൊന്നും ഈ പണിക്ക് ഒന്നും അവർ നിൽക്കൂല. അതുകൊണ്ടാണ് അറബികളെ കണ്ടുപിടിക്കുക. അവരൊക്കെ ഒരു വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അവർ പെട്ടെന്ന് അവരെടുക്കുന്ന നിയ്യത്തൊരു പള്ളി ഉമ്മാന്റെ പേർക്ക് വാപ്പാന്റെ പേർക്ക് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ ഹക്ക് അവർ നിർവഹിക്കുകയാണ്. എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ, ആ ഹക്ക് അവർ നിർവഹിക്കുകയാണ്. അവരുടെ സമ്പത്തിന് അതാണ് ബർക്കത്ത്. ആ പള്ളികളൊക്കെ ഒന്ന് പോയി നോക്കി, എത്ര മനോഹരമാണ്. ആരുമില്ല അതിനകത്ത്,
ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ പണമാണ്, അദ്ദേഹത്തിൻ്റെ സമ്പത്താണത്. പള്ളികൾ കെട്ടിക്കൊടുക്കുക, റാഹത്തായ പള്ളികൾ. എത്ര പേര് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ സവാബ് എവിടെ കിട്ടുന്നു? വ്യക്തമായ ഹദീസല്ലേ, മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ഫിൽ ജന്ന ബൈതൻ ഫിൽ ജന്ന. വളരെ വ്യക്തമായ ഹദീസ. ദുനിയാവിൽ നിങ്ങൾ ഒരു വീട്, അള്ളാഹ്ക്ക് ഒരു വീട് വെച്ചുകൊട്, ആഖിറത്തിൽ നിങ്ങൾക്കൊരു വീട് ഉറപ്പാണ്. ആഖിറത്തിൽ നിങ്ങൾക്കൊരു വീട് ഉറപ്പാണ്. ചെയ്തു കൊടുക്കി. അള്ളാഹ് 10 ലക്ഷം വരുമാനം തരുന്നില്ലേ മാസം തോറും? ഒരു വർഷത്തിൽ 1,20,00,000 രൂപ തരുന്നില്ലേ? ഒരു 30 ലക്ഷം രൂപ വെച്ച് ചെറിയ ചെറിയ ഗല്ലികളിൽ, ഗ്രാമങ്ങളിൽ, ചെറിയ ചെറിയ പഞ്ചർ ബസ്തികളിൽ, ആരുമില്ലാത്ത സ്ഥലത്ത് അവിടെയൊക്കെ പള്ളികൾ വേണ്ടി ആഗ്രഹിക്കുന്നവർ തമിഴ്നാട്ടുകാരുണ്ട്. നമ്മൾ ഈ ഉത്തരേന്ത്യയിലൊക്കെ പോയാലുണ്ട്. പള്ളിയില്ല, ചെറിയ ചെറിയ ഷെഡുകളിൽ ഇബാദത്ത് ചെയ്യുന്നവരുണ്ട്. പോയി 10 ലക്ഷം രൂപയ്ക്ക് ഓരോ പള്ളി വെച്ചുകൊടു, 10 പള്ളി വെച്ചുകൊടു, നിനക്ക് ആഖിറത്തിൽ അല്ലാഹ് വലിയ കൊട്ടാരം തരും, പാലസ്. ഈ പണം കൊടുത്ത് സ്വർഗം വാങ്ങ്, പണം കൊടുത്ത് സ്വർഗം വാങ്ങ്. ഉള്ള പണം വീണ്ടും വീണ്ടും ദുനിയാവിനെ വാരിക്കൂട്ടാനാണ്. ബർക്കത്തുണ്ടാവില്ല ഹബീബേ. അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെടുത്തരുത്. ബർക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അൽഹംദുലില്ലാ എനിക്കൊരു ബാധ്യതകളും ഇല്ല, പലിശയുമായി വലിയ ബന്ധങ്ങളില്ല, ബാങ്കുമായിട്ട് ബന്ധങ്ങളില്ല. ബാങ്കുമായിട്ട് ബന്ധം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പൈസ വരാനും പോകാനും ഇതൊക്കെ നമുക്ക് അപ്പോൾ അത് നമ്മൾ ബാങ്കിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പൈസ നമ്മൾ അവർക്ക് പോയി ചോദിച്ചാൽ മതി. എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ ചോദിക്കണം. നമ്മളത് കളയൊന്നും വേണ്ട. ആ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമ്മൾ പോയി അവിടുത്തെ വെച്ചാൽ അവരത് കറക്റ്റ് കണക്ക് പറഞ്ഞു തരും. ആ പൈസ എടുത്തിട്ട് ഏതെങ്കിലും ലക്ഷം വീട് കോളനിയിലോ ഏതെങ്കിലും സാധുക്കൾക്ക് നീയത്തൊന്നും ഇല്ലാതെ ചുമ്മാ ജസ്റ്റ് കൊണ്ട് കളഞ്ഞേക്കണം, അവർ കൊടുത്തേക്കണം. പലിശയുടെ പൈസ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ എല്ലാം കൂടെ കണക്ക് കൂട്ടി ഈ കഴിഞ്ഞ ഒരു വർഷത്തെ മൊത്തം ടേൺ ഓവർ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോഴത്തെ എല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ 1,20,000 പലിശയുടെ പൈസയുണ്ട്. എടുത്തിട്ട് ഏതെങ്കിലും സാധുക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തേക്ക്. ക്യാൻസർ രോഗികൾ, മറ്റ് വൃക്ക രോഗികൾ, പാവപ്പെട്ടവർ, ഏതോ ഗല്ലികളിലൊക്കെ കഴിയുന്നവരില്ലേ, അവർക്കൊരു നീയത്തൊന്നും വേണ്ട, ഒരു നീയത്തും വെക്കരുത്. കൊടുത്തിട്ട് ദുആ ചെയ്യണം കേട്ടോ പോയി. ആ ദുആ ചെയ്യണമെന്നൊരു വാക്ക് പോലും പറയരുത്. അത് കളയേണ്ട പൈസ ആണ്. അപ്പം നമ്മളത് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല. ഇനി ആരെങ്കിലുമൊക്കെ ലോൺ എടുത്ത് പൈസ ഇടങ്ങേറായി ബുദ്ധിമുട്ടിരിക്കണം, ആ പൈസ എടുത്ത് ഇവർക്ക് കൊടു. ആ ലോൺ അടച്ച് തീർത്ത്, ആ പലിശ അടച്ച് തീർത്ത് ഇടപാട് തീർക്കട്ടെ. അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടി നമ്മൾ ഈ പണം നമ്മൾ ചിലവാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബർക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളയും. ബർക്കത്ത് അല്ലാഹു എടുത്തു കളയും. നമ്മളിനി പറഞ്ഞില്ല എടുത്തില്ല എന്നൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യംഹഖുല്ലാഹു റിബ വയുർബിസ് സ്വദഖാത്ത്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യം അൽ ബയ്യാനി ബിൽ ഖിയാർ മാ ലം യതഫറഖാ. കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കച്ചവടത്തിൽ നിങ്ങൾക്ക് ബർക്കത്ത് വേണോ? കുറെ നിങ്ങൾക്ക് സമ്പാദിക്കാം, കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യാം, സമ്പാദിക്കാം. പക്ഷെ അതിലൊന്നും അള്ളാന്റെ അടുക്കൽ നാളെ പോയിട്ടൊരു പരിഹാരവും കാണാൻ പറ്റൂല. അൽ ഹലിഫു, ആണയിടുക, മുൻഫിഖുസ് ലിസ്സിൽആ, ഒരു സാധനം വിൽക്കാൻ വേണ്ടി നിങ്ങളൊരു കള്ളയാണയിട്ടാൽ ലഖിയല്ലാഹ തആല വഹുവ അലൈഹി ഗളബാൻ, അള്ളാന്റെ അടുക്കൽ അവൻ കോപാകുലനായിട്ടായിരിക്കും റബ്ബിനെ അവൻ കണ്ടുമുട്ടുന്നത്. മാത്രമല്ല നിന്റെ കച്ചവടത്തിന്റെ ബർക്കത്ത് അള്ളാഹ് എടുത്ത് കളയും കേട്ടോ. ബർക്കത്തുണ്ടാവൂല. ഇതൊക്കെ നമ്മൾ കുറേ സമ്പാദിക്കും. ഒരു ചെറിയ ഒരു കേസ് വരും, ഹോസ്പിറ്റൽ കേസ്, 10 ലക്ഷം 12 ലക്ഷം ഒറ്റയടിക്ക് അങ്ങ് പോകും. ബർക്കത്ത് പോയി, ആ ഉണ്ടാക്കിയ ലാഭം മൊത്തം പോയി. നിമിഷം നേരം മതി. അള്ളാഹ് കാത്തു രക്ഷിക്കട്ടെ. ലഖിയ അലൈഹി വഹുവ ഗളബാൻ. അതുകൊണ്ട് അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖാ. കച്ചവടക്കാരൻ ഒരു കടയിൽ കയറി വന്നു, ഒരു കസ്റ്റമർ വന്നു, ആ സാധനം നോക്കാനും അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്യാനും അതിൻ്റെ ന്യൂനതകൾ അറിയാനും അതിൻ്റെ ഗ്യാരണ്ടി വാറണ്ടി പീരീഡുകളൊക്കെ മനസ്സിലാക്കാനും ചോദിക്കാനും ഒക്കെ അവകാശമുണ്ട്. ഹത്താ യതഫറഖ, അവിടെ വന്ന് കടയിൽ കയറി സംസാരിച്ച് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതാണ് സാധനം, ഇതിങ്ങനത്തെ സാധനമാണ്, ഇന്നിടത്തുള്ളതാണ്, ഇത് ഇത്ര ഗ്യാരണ്ടി ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഉള്ള ഹക്ക് പറയണം. അതാണ് അവിടുത്തെ പോയിന്റ്. ഹക്ക് പറയണം. ഫൈൻ സ്വദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. രണ്ടുപേരും
ആ കച്ചവടം ആ സ്ഥാപനത്തിൽ വെച്ച് ഇതിൻ്റെ ഹക്കായ കാര്യം, നിനക്കറിവുള്ള കാര്യം പറയണം. ഇത് കള്ളത്തരം പറയരുത്, ഹക്കായിട്ട് പറയണം. ഇതിങ്ങനെയാണ് സാധനം, ഇത് ചിലപ്പം ചിലരൊക്കെ വാങ്ങിക്കൊണ്ട് പോയി കുഴപ്പമില്ല എന്ന് പറയുന്നു, എനിക്കത്ര പരിചയമൊന്നുമില്ല. വാങ്ങിക്കൊണ്ട് പോയൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇനി കുഴപ്പമുണ്ടെങ്കിൽ നമുക്കറിയില്ല, 6 മാസത്തെ ഗ്യാരണ്ടി വാറണ്ടി കൊണ്ട് കൊണ്ടുവന്നാൽ മാറ്റിത്തരാം, അത് എനിക്കറിയാവുള്ളൂ. ഇനി ജപ്പാനാണ് ഒറിജിനൽ, ഇതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നോക്കിയിട്ട് നീ എടുക്ക്, അതാണ് പോയിന്റ്. നിനക്ക് ഇഷ്ടമുള്ളത് നീ നോക്കി സെലക്ട് ചെയ്ത് നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതുകൊണ്ടല്ലേ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ കമ്പനിക്കാർ അവർ ഹക്കുകളെ പറയത്തുള്ളൂ. ഈ കച്ചവടക്കാരെ കള്ളത്തരം പറയുന്നത്. കാരണം എഴുതിയിട്ടുണ്ട്, ബ്രോഷറുണ്ടല്ലോ അവരുടെ, അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ടല്ലോ, ഇതിനകത്ത് അവരുടെ മൊത്തം എല്ലാ ഡീറ്റെയിൽസുകളും പരിപൂർണമായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഇതിങ്ങനെയാണ് സാധനം, ഇന്നതൊക്കെയാണ് എല്ലാം കറക്റ്റായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. അതാരാ ഇവിടെ വായിക്കുന്നത്? ലോൺ എടുക്കാൻ പോകും, ഒരു കെട്ട് പേപ്പർ കൊണ്ടുതരും. സാർ ഇവിടെ സൈൻ ചെയ്യും, സാർ ഇവിടെ സൈൻ ചെയ്യും. രാവിലെ 9 മണിക്ക് തുടങ്ങിയ സൈൻ 12:15 വരെ, ബാങ്ക് വിളിച്ചാലേ തീരുള്ളൂ. 10 ലക്ഷത്തിന് ലോൺ എടുക്കാൻ സൈൻ. എന്താ എഴുതിയിരിക്കുന്നല്ലോ വായിക്കുക. കാർ ലോൺ എടുക്കാൻ പോകും, ഒരു കെട്ട് പുസ്തകം കൊണ്ടുവരും. സാർ ഇവിടെ സൈൻ ചെയ്യും. അവൻ വരുന്നതേ ഉള്ളൂ. സാർ ഇവിടെ സൈൻ ചെയ്യും, സാർ ഇവിടെ സൈൻ ചെയ്യും, സാർ ഇവിടെ സൈൻ ചെയ്യും, സാർ ഇവിടെ സൈൻ ചെയ്യും. സാറ് സൈൻ ചെയ്ത് പോകും. ഇത് എന്തിനാ ഈ സംഭവം എന്ന് പോലെ വായിച്ചോ? വായിച്ചിട്ടല്ലേ ശരി ഇത് ഞാൻ സപ്പോർട്ടാണ്. നാളെ അതുകൊണ്ട് കമ്പനിക്കാരെ കുറ്റം പറയാൻ പറ്റുമോ? നീ സപ്പോർട്ട് ചെയ്ത് ഓക്കെ അടിച്ചേക്കല്ലേ, ഞാൻ എന്ത് ചെയ്യാനാ? ആർക്കറിയാം? ഇത് വായിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കാതെ ഒപ്പിട്ട് തള്ളുക. എന്ത് തള്ളു? ഒപ്പിട്ടങ്ങ് തള്ളാണ്. എന്നിട്ട് നാളെ ഒരു പ്രശ്നമായിട്ട് പോകുമ്പം ഞങ്ങൾ കുറ്റക്കാരല്ല, അഡ്വക്കേറ്റിന് വിളിക്കും. അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ, നിങ്ങളെല്ലാം ഒപ്പിട്ട് സമ്മതിച്ചേ, ഇങ്ങനൊരു പ്രശ്നം വന്നാൽ ഞങ്ങളോട് ഇതുമായിട്ട് ചോദിക്കാൻ വരരുത്, ഞങ്ങൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ബീഡി വലിക്കാൻ, സിഗരറ്റ് വലിക്കാൻ പോകുമ്പോൾ ഫ്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിച്ച് ക്യാൻസറാണ്. നാളെ ബീഡി കമ്പനിക്കാരനെതിരെ കേസിന് പോകാൻ പറ്റൂല. കേസിന് പോകാൻ പറ്റുമോ? നീ ക്യാൻസർ ഉണ്ടാക്കുന്ന മരുന്ന് നീ ലോകത്ത് മനുഷ്യനെ കൊടുത്ത് കളിപ്പിച്ച്. എൻ്റെ ഫ്രണ്ടിലല്ലേ വെണ്ടയ്ക്കാശുപത്രി എഴുതി വെച്ചേക്കുന്നത് ഇത് കുടിച്ച് വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകുന്നത്. നീ കണ്ണ് പൊട്ടനാണ്, നീ കണ്ണടച്ചുകൊണ്ടാണ് കുടിക്കുന്നത്. ഒരെണ്ണം കഴിച്ചാലും വേണ്ടിയില്ലല്ലോടാ, നീ ദിവസം തോറും 10 പാക്കറ്റല്ലേ അടിക്കുന്നത്. അവനെ കുറ്റം പറയാൻ പറ്റുമോ? അവനെ നമ്മൾ കുറ്റം പറയാൻ പറ്റുമോ? ക്യാമറ അടിച്ചെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിയമം അങ്ങനെയാണ്, എഴുതി വെക്കണം. ഇത്ര കിലോമീറ്റർ മുമ്പ് എഴുതി വെക്കണം, അവിടെ ക്യാമറ ഉണ്ടെന്ന് എഴുതി വെക്കണം. നിയമം അങ്ങനെയാണ്. ഒളിച്ച് രഹസ്യത്തിലൊന്നും എടുക്കാൻ പാടില്ല. അതൊക്കെ വക്കീലന്മാർക്കറിയാം. അവർക്ക് പോയി ചോദിച്ചാൽ മതി, അവർ കേസ് പറഞ്ഞു നിൽക്കും. രഹസ്യം പരിപാടിക്ക് രഹസ്യമായിട്ട് ഒളിച്ചൊന്നും എടുത്ത് ക്യാമറ ഇട്ട് അത് പാടില്ല. നിയമം അങ്ങനെയാണത്. ഇതെല്ലാത്തിനും നിയമമുണ്ട്, നിയമം എല്ലാത്തിനുണ്ട്. പക്ഷെ നമ്മൾ ആ നിയമത്തെ ഉൾക്കൊള്ളുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഹക്കായ കാര്യം പറഞ്ഞ് കച്ചവടം ചെയ്യും. വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ കൊണ്ടുവന്ന് പുട്ടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി മനസ്സിലാക്കി, അല്ലോ സൂപ്പറുണ്ട്. ഞാൻ ഇപ്പോൾ ഒരച്ചായൻ്റെ വണ്ടിയാണ് ഓടിക്കാതെ വീട്ടിൽ കിടന്നതാ, ഓടിക്കാതെ കിടന്ന് തുരുമ്പ് പിടിച്ചതാ. ആ പറഞ്ഞ സത്യം തന്നെയാണ്. ഓടിക്കാതെ കിടന്നാണ് സംഭവം, തുരുമ്പ് പിടിച്ച്. ഇവനെ ചെറുതായിട്ട് തുരുമ്പൊക്കോട്ടിൽ അവിടെ കൊണ്ട് ഏറ്റവും കുറഞ്ഞ സ്ഥലത്തെ വർഷാപ്പിൽ കൊണ്ട്. ഇവന്മാർക്ക് പ്രത്യേക ഒരു വർഷാപ്പുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് ചുണ്ണാമ്പ് വെച്ചൊക്കെ ഒന്ന് അടിച്ച് ടച്ചും പോളിഷും ഒക്കെ ചെയ്തത് കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് അപ്പോഴേ വീണ് പോവും. 3 ദിവസം കഴിയുമ്പം കാല് വെടിച്ച് കീറുന്നത് പോലെ അവിടെ ഇവിടെ സൈഡ് ഇങ്ങനെ വെടിച്ച് കയറും. അപ്പോൾ ഇവ മറ്റവനെ വിളിക്കും. നമ്മളെല്ലാം എഗ്രിമെൻ്റൊക്കെ എഴുതി തീർന്നല്ലേ, ഇനിയിപ്പോൾ നമുക്കറിയത്തില്ല. അത് പണ്ട് അത് വേറെ ആരെങ്കിലും ആരെങ്കിലും കൊണ്ട് മക്കളെല്ലാം വണ്ടി എടുത്ത് സൈഡ് കൊണ്ട് ഇടിപ്പിച്ചായിരിക്കും. ഞങ്ങൾക്ക് കുറ്റമൊന്നുമില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പോൾ വേറെ തിരക്കില്ല. അല്ല തീർന്നു. എന്താ വിളിക്കാനാ? ബ്രോക്കർ അടുത്തവനെ പറ്റിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആരെ പോയി വിളിക്കാനാ? നടക്കുന്ന സംഭവം ശരിയല്ലേ? നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തല്ലേ? അതുകൊണ്ട് പുട്ടിയിട്ടതാണെങ്കിൽ പുട്ടിയാന്ന് പറയണം. ചെറിയ ഇവിടെയൊക്കെ ചെറിയ ചളുക്കും കുളുക്കും കൊണ്ടായിരുന്നു, എല്ലാം പുട്ടിയൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഈ പൈസയ്ക്ക് വിലയ്ക്ക് ഇതേ ഉള്ളൂ, അൽഹംദുലില്ലാ. നീ പറഞ്ഞ കച്ചവടം ചെയ്യും ബ്രോക്കർ സാഹിബേ. ഈ കള്ളത്തരം പറഞ്ഞ് പോളിഷ് അടിപ്പിക്കാതെ. ഞാൻ ഒരു വണ്ടി ഒരാളുടെ ഇങ്ങനെ വാങ്ങി, ഇതെല്ലാം കണ്ട അടിപൊളിയായിരുന്നു. പക്ഷെ ഈ ബെൽറ്റ് നോക്കാൻ പറഞ്ഞു, ബെൽറ്റ് ഭയങ്കര അഴുക്കായിരുന്നു. അപ്പോൾ മനസ്സിലാക്കാം പഴയ സാധനമാണ്. 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ പുട്ടിയൊക്കെ ഇളകാൻ തുടങ്ങി. അപ്പം മനസ്സിലായി സംഭവം ഇത് കളിപ്പീരായിരുന്നു. അതേപോലെ തിരിച്ചു കൊടുത്ത് പൈസയും കിട്ടിയില്ല, വണ്ടിയും കിട്ടിയില്ല, രണ്ടും പോയി. എന്നാലും കുഴപ്പമില്ല, രണ്ടും പോയി. ഇത് തന്നെ പരിപാടി. പിന്നെ മീറ്റർ കൊണ്ടുവന്ന് തിരുത്തും. 1,20,000 കിലോമീറ്റർ ഓടിയത് പുറത്ത് കൊണ്ടുവന്ന് തിരിക്കാൻ വേണ്ടി വേറെ പ്രത്യേക സ്പെഷ്യൽ ആളുണ്ട്.
79,212 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര കറക്റ്റ് കണക്ക്! അത്രേ ഓടിയിട്ടുള്ളൂ. ഞാൻ ഒരു പള്ളിയിൽ ഇത് പ്രസംഗിച്ച്, അയാളുടെ ജോലി മീറ്റർ കറക്കലായിരുന്നു. അള്ളാന്റെ ഫضലോടി അത് നിർത്തി. ഒരൊറ്റ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞു, യാ അല്ലാ, പോലീസുകാരുടെ വണ്ടിക്ക് പോലും ഞാൻ മീറ്റർ മാറ്റി കൊടുക്കുമായിരുന്നു ഉസ്താദെ. ഈ പ്രസംഗം കേട്ടതോടെ ഞാൻ ആ പണിയേ നിർത്തിയെന്ന്. മീറ്റർ രാജ എന്ന് അയാളെ വിളിക്കുന്നത് തന്നെ. അവിടെ പേര് അങ്ങനെ തന്നെയാണ്. ആളാ പണി അതോടുകൂടി നിർത്തി. അങ്ങനെ അള്ളാഹു ഹിദായത്ത് കൊടുത്തില്ല. അറിയില്ലായിരുന്നല്ലോ ഇതെല്ലാവരും പോയി നിർബന്ധിക്കും. അപ്പം ഇങ്ങനെ കറക്കി കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ നമ്മളും ഇങ്ങനെ നോക്കുമ്പോൾ പൊട്ടന്മാരില്ലോ നമ്മളൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാ 72,000 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള. കറക്റ്റ്. ഇയാൾ ഗൾഫിലാ. ഇയാൾ വല്ലപ്പോഴൊക്കെ പോകും. അന്നേരം വരുമ്പോൾ ഒന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിക്കും. അത്രേ ഉള്ളൂ. എങ്ങനെ പറഞ്ഞ് പറ്റിപ്പിക്കാനേ! ആ പറച്ചിൽ ഇവർക്ക് പ്രത്യേക പ്രാക്ടീസാണ്. നമ്മളൊക്കെ വീണ് പോവും ആ പറച്ചിൽ കേട്ടാൽ. വീട്ടിൽ പോയാലും കൂടെ ഉള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നാൽ അളിയാതെ എടുക്കല്ലേ നീ വന്ന് പറഞ്ഞ് കയ്യിൽ പുതുക്കും എടുക്കല്ലേ. എന്നാൽ ഇവൻ്റെ ടെൻഷനാണ്. നല്ല ടയറല്ലേ, എന്ത് റാഹത്ത. ബോംബെന്ന് സെക്കൻഡ് ഹാൻഡ് എക്സ്പെർട്ടറോട് നല്ല പോളിഷൊക്കെ ചെയ്ത് ഇവൻ രാത്രി കിനാവ് കാണുന്ന ആ വണ്ടിയായിരിക്കും. ഈ ബ്രോക്കർ അറിയാതെ രഹസ്യമായിട്ട് പോയെടുക്കും. 2 ദിവസം കഴിയുമ്പോൾ വഴി കിടക്കും. അപ്പോൾ ഇവനെ വിളിക്കും, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ, നീ അറിയാതെ പോയെടുത്തല്ലേ, നീ തന്നെ തലേ വെച്ചു. അതുകൊണ്ട് ഫൈൻ സ്വദഖ വബയ്യന, ഉള്ളത് ഹക്കായിട്ട് പറഞ്ഞ് കച്ചവടം ചെയ്യും. അതൊക്കെ വണ്ടി കച്ചവടം ചെയ്തോ വേണ്ടാതൊന്നും ഞാൻ പറഞ്ഞില്ല. കള്ളം പറഞ്ഞ് ചെയ്യരുത് ദയവേത്, പ്ലീസ്. കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്യരുത്, ബർക്കത്തില്ല. വണ്ടിയുടെ എഗ്രിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ ശരി പള്ളി പോയിട്ട് വരട്ടെ കേട്ടോ, അവിടെ വെച്ചിട്ടായിരിക്കും പോകുന്നത്. എത്ര ജമാഅത്തിനോട് ഇത്ര ആഗ്രഹം, മാഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അൽഹംദുലില്ലാഹ്, ഇത്ര സത്യസന്ധനോ. പിന്നെ ഈ തൊപ്പി നിസ്കാരമൊക്കെ കളിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നമ്പർ 1 ജാട പരിപാടിയാണ്. നമ്പർ 1 ആണ്. തൊപ്പി ഇരിക്കുന്നവൻ്റെ കടയിലായിരിക്കും നമ്മൾ ആദ്യം കയറി പോകുന്നത്. ഇവനേക്കാൾ കള്ളം വേറൊരുത്തിനും കാണില്ല. നമ്മൾ ഈ തൊപ്പി വെച്ചിട്ട് കളിപ്പിക്കാൻ നിങ്ങളൊന്നും അവൻ്റെ അടുത്ത് നിരുന്നോക്ക് നിസ്കരിക്കൂല. അവൻ തൊപ്പിയായിരിക്കും. UP-യിലോട്ട് പോയി നോക്കിയിട്ടുണ്ടാ, എല്ലാവർക്കും തൊപ്പിയുണ്ട്. അവരുടെ കച്ചവടം നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ്, ഈമാനുള്ള ഒരുത്തര തലയും തൊപ്പിയെല്ലാം കളിപ്പീര സംഭവം. ഒരു ഭയങ്കരമായ അനുഭവം. ഞാൻ ഈ വെറുതെ പറയുന്നതൊക്കെ അനുഭവങ്ങളാണ്. നമ്മളൊക്കെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കിക്കോളി. അതുകൊണ്ട് ഈ ഷിആർ വെച്ചിട്ട് കച്ചവടത്തിൽ വഞ്ചന കാണിക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഈ ഷിആർ വെച്ചിട്ട്, ഈ തൊപ്പിയോ ദാടിയോ വെച്ചിട്ട് നമ്മൾ കച്ചവടത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാൽ മുഹിഖത്ത് ബറകത്തു ബൈഹിമ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൈൻ കദബ വകതമ മുഹിഖത്ത് ബറകത്തു ബൈഹിമ. നിങ്ങളുടെ കച്ചവടത്തിൽ അതിൻ്റെ രഹസ്യം മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് നിങ്ങൾ കച്ചവടം ചെയ്താൽ മുഹിഖത്ത് ബറകത്തു ബൈഇഹിമ, നിങ്ങളുടെ കച്ചവടത്തിൻ്റെ ബർക്കത്ത് അള്ളാഹ് എടുത്തു കളയും. നബിയുനാ റസൂലുള്ളാഹി. പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് പൈസ കിട്ടും, 5, 10, 2,000 രൂപ നിങ്ങൾക്ക് കിട്ടും കൂടിപ്പോയാൽ. പക്ഷെ എന്താവും, ഈ പണം നീ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത അസുഖം വരും, ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും. ബർക്കത്ത് പോയി. ആ കിട്ടിയ ലാഭം അതിനകത്ത് അങ്ങ് പോയി തീർന്നു നിമിഷ നേരം കൊണ്ട്. ഹക്ക് പറഞ്ഞ് കച്ചവടം ചെയ്ത് നോക്ക്, ഹലാലായത് കച്ചവടം ചെയ്ത് നോക്ക്, ബർക്കത്ത് ഉണ്ടാവും. അല്ല പറഞ്ഞ വാക്കല്ലേ, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, സദഖയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അഹങ്കാരികളെയും തമ്മാടികളെയും അള്ളാഹു ഒരിക്കലും അംഗീകരിക്കുകയില്ല. അവരോട് യാതൊരു നിലയ്ക്കും അള്ളാഹ്ക്കൊരു പരിഗണനയും ഉണ്ടാവൂല. അതുകൊണ്ട് ബർക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെയുള്ള കച്ചവടക്കാർ നാളെ എഴുന്നേറ്റ് വരുന്നത് ഈ പന്നിയുടെ കോലത്തിലായിരിക്കും. അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ കോപമുണ്ടാകും. ഗളബുല്ലാഹി ഫി ആകിലിൽ ഹറാം, ആകിലി മാലിൽ ഹറാം. അടുത്തത്, ഹറാമായ പണം തിന്നുന്നതിൻ്റെ പേരിൽ അള്ളാന്റെ കോപം അവരിൽ ഉണ്ടാകും. അള്ളാന്റെ കോപം അവർക്കുണ്ടാകും. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബാക്കളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊച്ചാപ്പാടെ സ്ഥലത്ത്
ഞാൻ കുഴിച്ച ഒരു കിണറുണ്ട്, അവൻ വാദിക്കുന്നു അവൻ്റേതാണെന്ന്, പക്ഷെ ഞാനാണത് കുഴിച്ചത്, എൻ്റെ കിണറാണത് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ കേസ് വന്നു. ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ യമീന സ്വബ്രിൻ, ഒരാളൊരു കള്ളസത്യം ചെയ്താൽ, ലിയഖ്തഅ മാലം ഇംറിഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ സഹോദരന്റെ സ്വത്ത് പിടിച്ചെടുക്കാൻ, എന്തുമാകട്ടെ, ഒരു കല്ലോ ഒരു വേലിക്കല്ലോ ഒരു കിണറോ ഒരു സമ്പത്ത് എന്തുമാകട്ടെ, ഒരു പിടി മണ്ണോ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇവൻ കള്ളസത്യം ചെയ്താൽ, ലഖിയല്ലാഹ വഹുവ അലൈഹി ഗൾബാൻ, അല്ലാഹ് ഇവൻ കണ്ടുമുട്ടുന്നത് അല്ലാഹു ഇവന്റെ മേൽ ശാപവും കോപത്തിന്റെയും നോട്ടം നോക്കിയ അവസ്ഥയിലാണ്. മറ്റൊരായത്തിൽ കാണാം, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം, അല്ലാഹുവിനോട് എടുത്ത ശപഥം, അല്ലാഹുവിന്റെ കരാറ് തുച്ഛമായ വിലക്ക് ആരാണോ അത് കച്ചവടം ചെയ്തത് എന്ന് പറഞ്ഞാൽ, അതിനോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കാതെ കള്ളസത്യം ചെയ്ത് അത് സ്വായത്തമാക്കാൻ ആരാണോ ശ്രമിച്ചത്, ലാ യൻളുറുല്ലാഹു ഇലൈഹിം വലാ യുകല്ലിമുഹും, ലാ യൻളുറുല്ലാഹു വലാ യുകല്ലിമുഹും യൗമൽ ഖിയാമ വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. അല്ലാഹു അവരോട് ഒരു നിലയ്ക്കും നീതിയോടെ, ഒരു നിലയ്ക്കും കാരുണ്യത്തോടെ, ഒരു നിലയ്ക്കും കരുണയോടുകൂടി അല്ലാഹു അവനെ നോക്കുകയോ കാണുകയോ ചെയ്യുകയില്ല. ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനോട് സംസാരിക്കാൻ പോലും തയ്യാറാവൂല. നമുക്ക് ആഖിറത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലാഹ് ഒന്ന് കണ്ടാ മതി, വേറെ ഒന്നും വേണ്ട. സ്വർഗം കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ് അല്ലാഹയെ കാണുക എന്നുള്ളത്. സ്വർഗാവകാശികൾ പോലും സ്വർഗത്തിൽ വെച്ച് അല്ലാഹയെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലെ മറ്റൊരു സന്തോഷമില്ല. അപ്പൊ സ്വർഗം കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലാഹയെ കാണുക എന്നുള്ളത്. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളെ അല്ലാഹ് കാണാൻ തന്നെ തയ്യാറാവൂല. ചില വലിയ മാനേജർമാരെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ PA ഒക്കെ ബന്ധപ്പെടും, പറയും വേണ്ട, ആരാ അയാളെന്നോ, വേണ്ട, അനുവാദം കൊടുക്കണ്ട, വേണ്ട സാർ ഒന്ന് ഇല്ല, വേണ്ടെന്ന് പറ, ആള് ഇല്ല, അവനെ കാണണ്ട എന്ന് പറ എന്നൊക്കെ ഇവിടെ വെച്ച് തന്നെ പറയുന്നില്ലേ. ഒരു മുതലാളിമാരെ കാണാൻ പോകും, പേര് ചോദിക്കും, ആരാ ഇന്നാളോ, വേണ്ട എന്നതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹയോട് എടുത്ത ശപഥം, കള്ളസത്യം ചെയ്ത്, കച്ചവടത്തിൽ കള്ളസത്യം ചെയ്ത്, അതേപോലെ ഒരുത്തൻ്റെ സമ്പത്ത് സ്വന്തമാക്കാൻ കള്ളസത്യം ചെയ്ത്, അതേപോലെ ആ മറ്റൊരുവന്റെ സാധനം അത് എൻ്റെയാണെന്ന് പറയാൻ കള്ളസത്യം ചെയ്ത്, ഇങ്ങനെയുള്ളവരെ നാളെ അല്ലാഹു കാണാൻ പോലും കൂട്ടാക്കൂല. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. വലഹും അദാബും മുബീൻ വഹും അസ്ഹാബുന്നാർ, അവർ നരകത്തിന്റെ അവകാശികളാണ്. ഖാലിദീന ഫിഹാ, കാലാകാലം അതിൽ കിടക്കണം. അല്ലാഹ് കാക്കട്ടെ. ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി കള്ളസത്യം ചെയ്ത് നമ്മൾ അതിൻ്റെ അവകാശികളാണെന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പേരിൽ ഖാലിദീന ഫിഹാ, കാലാകാലം നരകത്തിൽ കിടക്കണോ ചെയ്തോ, ആർക്കും നഷ്ടമില്ല. ആയത്തും ഹദീസുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ കള്ളസത്യം ചെയ്താൽ അല്ലാഹയെ കണ്ടുമുട്ടേണ്ടി വരും മോശമായ അവസ്ഥയിൽ. അപ്പൊ ഈ സ്വഹാബി നബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഞാനാണ് കിണർ കുഴിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിനക്ക് തെളിവുണ്ടോ? എനിക്ക് തെളിവൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെയാണ് പ്രശ്നം. നമ്മൾ ഏറ്റവും വലിയ കൂട്ടുകാരൻ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ പൈസ വാങ്ങും. 1 ലക്ഷം 2 ലക്ഷം രൂപ നിന്റെ വാങ്ങും. ഇപ്പൊ ഇവന്റെ കൂറെപ്പോഴാണ് മാറുന്നതെന്നറിയില്ല. 5 മാസം കഴിഞ്ഞ പോയാൽ അളിയാ പൈസ നീ എപ്പോൾ ചോദിച്ചാലും തരാന്നല്ലേ പറഞ്ഞു. 1 മാസമല്ല തരാന്നല്ലേ, എപ്പോൾ നീ തന്ന്, അങ്ങനെ തന്നെ, ആര് തന്ന് അളിയ നീയല്ലേ എൻ്റെ 2 ലക്ഷം രൂപ രാവിലെ വിട്ടു. ആര് പറഞ്ഞു എണ്ണ മേടിച്ചത്? 2 ലക്ഷം 1 ലക്ഷം രൂപ തന്ന്. 1 ലക്ഷം എണ്ണ 2 ലക്ഷം ഇല്ല. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ബാധിച്ചിട്ട് കാര്യമില്ല. എഴുതിയെടുത്തോ. ഖുർആൻ പറഞ്ഞത് നീ 1 ലക്ഷം കൊടുത്താൽ 1000 കൊടുത്താൽ എഴുതി വെക്കണമെന്നാണ് അള്ളാഹ് പറഞ്ഞത്. കേട്ടോ കൂട്ടായി ഉസ്താദേ, എൻ്റെ സ്വന്തം സുഹൃത്ത്, അല്ലാഹ്, ഒരുമിച്ച് യാത്ര, ഒരുമിച്ച് തിന്ന്, ഇവന്മാരാ ഏറ്റവും കൂടുതൽ നമുക്ക് ഭാരപണിയുന്നത്. കൂടെ കിടക്കുന്നവനാണ് രാപ്പണി, അവനാണ് ഏറ്റവും വലിയ ഭാരപണിയുന്നത്. അതാദ്യം ചിന്തിച്ചോളെ. ഒരുത്തനെയും ദുനിയാവിൽ വിശ്വസിക്കരുത്. അള്ളാഹുവിനെയും റസൂലിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെ പോലും, സ്വന്തം പൊണ്ടാട്ടിയെ പോലും വിശ്വസിക്കരുത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തെളിവാണോ? അതി തോന്നണോ? സാഹചര്യം അങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റൂല. കാലം അങ്ങനെയാണ്. ഭാര്യമാരെയും വിശ്വസിക്കേണ്ട, ഭർത്താവിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. അള്ളാഹുൽ റസൂലുള്ള വിശ്വാസമാണ് ഏറ്റവും നല്ല വിശ്വാസം.
ഇവരൊക്കെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ പറ്റിച്ച് എല്ലാം ഒപ്പിച്ചെടുത്തിട്ട് അവസാനം നമുക്ക് നല്ല പണിയും തന്നിട്ട് അവൻ്റെ പാട്ടിന് പോകും. ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനോട് സത്യം ചെയ്യാൻ പറ. ഒറ്റവര് ഇതാ ഹലിഫു യാ റസൂലല്ലാഹ്, സത്യം ചെയ്യാം, അതല്ലാതെ എനിക്ക് മറ്റു വഴിയില്ല. ഇത് ഞാൻ കുറിച്ച് കാണാം. സഹാബാക്കളുടെ സത്യം സത്യമാണ്, അവർ ചെയ്യുന്ന സത്യം സത്യമാണ്. ആ സത്യത്തിൻ്റെ പുറത്ത് നബി തങ്ങൾ തീരുമാനമെടുക്കും. നമ്മൾ ചെയ്യുന്നത് കള്ളസത്യം. നമ്മൾ വല്ലാഹി തല്ലാഹി പള്ളിയാണ് റബ്ബാണ് അല്ലാഹ് പടച്ചവനെ, ആ സമയത്ത് അങ്ങനെ എൻ്റെ തലയിൽ ഇടുത്തി വീണാൽ അന്നേരം ജനങ്ങൾ മനസ്സിലാക്കും ആ വിളിയാണ്. പക്ഷെ സ്വഹാബാക്കൾ ചെയ്യുന്നത് കള്ളസത്യം ചെയ്യൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സത്യം ചെയ്യും. അല്ലെങ്കിൽ നിനക്ക് തെളിവുണ്ടോ? തെളിവൊന്നുമില്ല, സത്യം ചെയ്യാം. അപ്പം അവൻ ഈ കൊച്ചാപ്പാടൻ മകൻ, നീ സത്യം ചെയ്യോ എൻ്റെ ആണെന്ന്, അവൻ കള്ളസത്യം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കള്ളസത്യം ചെയ്താൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്നെ ഹാജരാക്കപ്പെടും, അവൻ നിന്നോട് വലിയ കോപാകുലനായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പം ബർക്കത്ത് നഷ്ടപ്പെടും. കച്ചവടത്തിലും ഈ കള്ളം പറഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെടും, അള്ളാന്റെ കോപം ഇറങ്ങും. പിന്നെ അദാബുൽ ഖബർ, ഖബറിൽ ശിക്ഷയുണ്ടാകും. അത് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു ഹക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. കുറേശ്ശെ ഒഴിവാകും ഇതിൽ നിന്നൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരെയും വിഷമിപ്പിക്കാനും പേടിപ്പിക്കാനല്ല. നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. ആഖിറത്തിൽ പോകുമ്പോൾ ഹബീബെ ആരും കാണൂല, എല്ലാം ഖബർ വരെ കാണും. നമ്മൾ ഈ ഉള്ള ബാധ്യത മൊത്തം ഏറ്റെടുത്ത് വെച്ചിട്ട് നമ്മൾ മരിച്ചു പോകുമ്പം ഈ ബാധ്യത തീർക്കാൻ ഇന്നത്തെ കാലത്തിലെ മക്കൾ പോലും തയ്യാറാവൂല. കാരണം പലിശ വ്യാപിക്കാൻ, രോഗം വ്യാപിക്കുന്ന പോലെ വ്യാപിച്ചിരിക്കാൻ. പോക്കറ്റിരിക്കുന്ന ഒരു മൊബൈലും പലിശയാണ്, ഈ ഡ്രസ്സും പലിശയാണ്. മക്കളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വീട്ടുകളിൽ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ തരുമല്ലേ, കൊണ്ടുതരും. നീ ഇപ്പോൾ വാങ്ങിന 200 രൂപ, അടുത്ത മാസം കൊടുത്താൽ 600 രൂപ, 400 രൂപ, ഒരു 200 രൂപ സാധനത്തിന്. അത് പെണ്ണുങ്ങളിപ്പോൾ അതൊരു റാഹത്താക്കിയിരിക്കുക, ഇങ്ങനെ കൊണ്ടുവന്ന് അതുകൊണ്ട് സൂക്ഷിക്കാൻ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് കുറേശ്ശെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ, എൻ്റെ യാഥാർത്ഥ്യ മുഖങ്ങൾ, ഇസ്ലാമിക വശം, ഞാൻ ഈ പറയുന്നതൊക്കെ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളാണ്. നമ്മൾ അതനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവർക്കാണ് ഈ നസീഹത്ത്, അല്ലാതൊന്നുമല്ല കേട്ടോ. അതനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർക്കാണ് ഈ നസീഹത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാം, പഠിക്കാം, ചിന്തിക്കാം, ആഖിറം രക്ഷപ്പെടാം. അതല്ലാതെ ജീവിച്ചിട്ട് മരിച്ചു പോയിട്ട് അവിടെ പോയി കൈയും കാലും ഓടിക്കാൻ അള്ളാഹ് എല്ലാം പുറത്തു തരും, ഒക്കെ പുറത്തു തരും. പക്ഷെ പുറത്ത് തരുന്ന ചില കാര്യങ്ങളുണ്ട്, പുറത്തു തരാൻ പറ്റാത്തതുണ്ട്. അതുകൂടെ പഠിക്കണം ആദ്യം. പുറത്തു തരുന്നതുണ്ട്, പുറത്തു തരാൻ പറ്റാത്തതുണ്ട്. അള്ളാഹ് പുറത്തരും കരുണയുള്ളവനാണ്, യാതൊരു സംശയവും. പുറത്ത് തരുന്നതുമുണ്ട്, തരാത്തതുമുണ്ട്. അതും ചിന്തിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. വഴിയെ ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തരാം. ഇന്ന് ഹറമിൽ വെച്ച് വിവാഹിതരാകുന്ന ആയിഷയും നബീലിൻ്റെയും ബറക്കത്തിൽ